യുവരാജ് ഗോകുൽ ഇന്നും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് രാജ്യദ്രോഹികളുടെ വോട്ട് വന്നു എന്നാണ്. പക്ഷെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള ഈ തെരഞ്ഞെടുപ്പിലും മറ്റിടങ്ങളിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് നിങ്ങൾ രാജ്യദ്രോഹികൾ എന്ന് വിശേഷിപ്പിക്കുന്ന SDPI. രാജ്യദ്രോഹികളാണെങ്കിൽ രാജ്യത്തിനെതിരെ പ്രവർത്തനം നടത്തിയെന്ന് തെളിവുണ്ടെങ്കിൽ അവർ നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ്. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുള്ളൂ, SDPIയെ നിരോധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഷാനി, അതിനകത്ത് വ്യക്തമായിട്ട് ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു SDPI രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയിലാണ്. കേന്ദ്ര സർക്കാരിന് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നേരിട്ട് നിരോധിക്കുവാനുള്ള റൈറ്റ് ഇല്ല. ആ റൈറ്റ് ഉള്ളത് ഇലക്ഷൻ കമ്മീഷന് മാത്രമാണ് അത്തരത്തിലുള്ള റൈറ്റ് ഉള്ളത്. SDPI എന്ന് പറയുന്ന സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഔട്ട്ഫിറ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഈ ചർച്ചയിലിരിക്കുന്ന നമുക്ക് ആർക്കും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്തുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് ISIS ഉൾപ്പെടെയുള്ള ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന തരത്തിലുള്ള ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഉള്ള പല തരത്തിലുള്ള ഇസ്ലാമിക ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്സുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പാർട്ടിയുടെ ഒരു സംഘടനയുടെ ഔട്ട്ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് SDPI എന്ന് പറയുന്നത്. അപ്പൊ SDPI അത്തരത്തിലുള്ള ഒരു സംഘടന തന്നെയാണെന്നും അതിന്റെ DNA എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള DNA എന്താണ് എന്നതോ തെളിവില്ലാതെ ഇപ്പോഴും രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള ഒരു സംഘടനയെ രാജ്യം ഭരിക്കുന്ന പാർട്ടി രാജ്യദ്രോഹികൾ എന്നിങ്ങനെ വിളിക്കും ശ്രീ യുവരാജ് ഗോകുൽ? ഞാൻ പറഞ്ഞല്ലോ ഷാനി, ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് സാധിക്കുന്ന കാര്യമല്ല. അത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയാണ്. അതുകൊണ്ടാണ് വിളിച്ചത്. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഔട്ട്ഫിറ്റ് ആണ്. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഔട്ട്ഫിറ്റ് ആണെന്നുള്ള ചർച്ച അതിൽ സംശയമില്ല, ആരും അതിൽ തർക്കവും ഉന്നയിച്ചില്ല. പക്ഷെ നിങ്ങൾ അവരെ വിളിക്കുന്നത് രാജ്യദ്രോഹികളെന്നാണ്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടി വരും, രാജ്യദ്രോഹികളുമായുള്ള ബന്ധം വിശദീകരിക്കണം എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും മത്സര രംഗത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ രാജ്യദ്രോഹികൾ എന്ന് എങ്ങനെ വിളിക്കും? ഷാനി, ഒരു ചർച്ച മുമ്പോട്ട് പോകുമ്പോഴേ ആ ചർച്ചയുടെ പ്രോപ്പർ മെറിറ്റില് പ്രോപ്പർ പോയിന്റ്സിൽ പോകുന്നതല്ല. നമ്മൾ ഈ ബാലിശമായ പോയിന്റുകൾ പിടിച്ചോണ്ട് പോയിട്ട് കാര്യം ഔട്ട്ഫിറ്റ് ആണ് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. താങ്കളുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ബാലിശമായ കാര്യങ്ങൾ ഞാൻ പറയുന്നത് പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കുക. ഷാനി സംസാരിക്കും. ഒരു കാര്യം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഔട്ട്ഫിറ്റ് ആണ് SDPI എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുള്ള കാര്യമല്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു, ആ പരിരക്ഷയോടുകൂടി പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ വിഷയമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാരിന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുവാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. കാരണം അത് പലതരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏതോ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞങ്ങ് നിരോധിക്കുന്ന സാഹചര്യം ഭരണത്തിലിരിക്കുന്നവരുണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ പറയുന്ന SDPI എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർ നിലവിൽ പ്രവർത്തിക്കുന്ന സാഹചര്യമുള്ള. പോപ്പുലർ ഫ്രണ്ടിന്റെ ബാക്കി എല്ലാ ഔട്ട്ഫിറ്റുകളെയും, ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ ഔട്ട്ഫിറ്റുകളെയും 5 വർഷത്തേക്ക് ബാൻ ചെയ്യുമ്പോഴും SDPI അതിൽ പെടാതെ പോകുന്നത് ആ ഒരു ടെക്നിക്കൽ ക്ലോസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുമായിട്ടുള്ള അടിസ്ഥാന ബന്ധത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല, ജനിതക സ്വഭാവത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആ പൂർണ്ണമായ ബോധ്യത്തിൽ തന്നെയാണ് BJP അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നാളെയും അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ രാഷ്ട്രീയമായ മാനത്തിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളതാണല്ലോ പ്രധാനം. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ മത, സാമുദായിക, മറ്റു തരത്തിലുള്ള സംഘടനകളുമായിട്ട് ബന്ധപ്പെടുകയും ചർച്ച നടത്തുകയും വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികതയാണ്. പക്ഷെ പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ SDPIയുടെ കാര്യത്തിൽ ആ സ്വാഭാവികത അവിടെ നിലനിൽക്കുന്നില്ല. അതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് പല തരത്തിലുള്ള രാജ്യത്തിനെതിരായിട്ട് ആയുധമെടുത്ത് പോരാടുന്ന, വിദേശത്ത് നിന്ന് പോരാടുന്ന സംഘടനകളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു സംഘടനയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവരുമായിട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടല്ല ഈ വിഷയം ഉണ്ടാകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ കാസർഗോഡ് MP ആയിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം കർണാടകത്തിലെ ക്യാമ്പയിൻ, മംഗലാപുരത്ത് ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് അദ്ദേഹം SDPI പ്രവർത്തകരോട് ചെന്ന് നിന്നിട്ട്, നിങ്ങളാരും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കരുത്, നിങ്ങളുടേതായ രാഷ്ട്രീയ രീതിയിൽ മുമ്പോട്ട് പോകരുത്, BJPക്കെതിരായ വോട്ടുകൾ ഭിന്നിപ്പിക്കരുത്, കോൺഗ്രസിന് തരണം എന്നുള്ള നിലയിൽ അദ്ദേഹം സ്പഷ്ടമായിട്ട് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. ഇപ്പൊ രാജു പി നായരെ സംബന്ധിച്ചിടത്തോളം ഒരു RSSനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ്. RSS മാത്രം വിമർശിച്ചു പോകാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് വേറെ ഒരു സാധനത്തിനെ വലിച്ചിട്ട് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ എവിടെയെങ്കിലും SDPI ഒന്ന് വിമർശിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ RSS എന്ന് പറയുന്ന ഒരു അനക്സ് എടുത്ത് വെച്ചാൽ മാത്രമേ രാജു പി നായർക്കായിരുന്നാലും അരുൺകുമാറിനായിരുന്നാലും ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്, ആരെ ഭയന്നിട്ടാണ് അങ്ങനെ ഒരു ബാലൻസിങ് ഇവർക്ക് രണ്ടുപേർക്ക് കൊണ്ടുവരേണ്ടി വരുന്നു എന്നുള്ള കാര്യം. അതിന് മറ്റൊരു ചരിത്രപരമായ പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോ SDPI ആവട്ടെ പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, ഇവര് ഈ രണ്ട് മുന്നണികൾക്കും പിന്തുണ കൊടുത്തിട്ടുണ്ടെന്നേ അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി SDPIയുടെ പ്രസിഡന്റാണ് പറഞ്ഞത്, ഞങ്ങൾ പിന്തുണ നേമത്ത് കൊടുത്തത് CPM-നാണ് എന്നുള്ള കാര്യം.
10,000 വോട്ടുകൾ നിയമമണ്ഡലത്തിൽ ഞങ്ങൾ CPM-ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതേ SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, 2 മുന്നണികളും ഞങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ BJP-യെ തോൽപ്പിക്കാൻ കഴിയുന്ന മുന്നണി ഏതാണ് എന്ന് വ്യക്തമാക്കി നമ്മൾ പഠിച്ചതിന് ശേഷം, നിയമമണ്ഡലത്തിൽ ഏതാണ് എന്ന് വ്യക്തമാക്കി നമ്മൾ പഠിച്ചതിന് ശേഷം അതിന് പറ്റുന്ന മുന്നണിക്ക് നമ്മൾ നിയമമണ്ഡലത്തിൽ പിന്തുണ കൊടുത്തു എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ 2 പേരും അവരോട് ചർച്ച നടത്തിയിരുന്നു എന്നാണ്. അരുൺകുമാർ ഇപ്പൊ വന്നിരുന്നത് കോലീബി സഖ്യം മറ്റത് മറിച്ചത് ഈ പറയുന്ന എല്ലാ പിന്തിരിപ്പൻ സംഘടനകളെയും കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണെന്ന് ഈ പിന്തിരിപ്പൻ സംഘടനകളുമായിട്ട് നിയമത്തെ ഇലക്ഷന് മുമ്പ് ചർച്ച നടത്താൻ പോയത്? ചർച്ച നടത്തിയെന്ന് പറഞ്ഞത് അവരാണ്, ഞങ്ങളല്ല പറഞ്ഞത്. അവരാണ് പറഞ്ഞത് ചർച്ച നടത്തിയെന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. ഈ പിന്തിരിപ്പനായ മദനിയെ, അബ്ദുൽ നാസർ മദനിയെ എന്തിനാണ് നിങ്ങൾ വേദിയിൽ വിളിച്ചിരുത്തി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അക്സെപ്റ്റൻസ് കൊടുക്കുന്ന തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെന്നുള്ള കാര്യവും CPM ഉൾപ്പെടെ മറുപടി പറയേണ്ട വിഷയമാണ്. നിങ്ങൾക്ക് അങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാനൊന്നും കഴിയില്ല. ഈ 2 മുന്നണികളും തരാതരം അനുസരിച്ചിട്ട് SDPയുമായിട്ട് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് അടിയിൽ കൂടിയുള്ള ബാന്ധവങ്ങൾ, ഈ തോർത്തുമുണ്ട് മുറുക്കി ഒപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ പരിപാടി 2 മുന്നണികളും കേരളത്തിൽ കാലാകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. യുവരാജ് ഗോകുൽ, BJP എന്ന വർഗീയ പാർട്ടിയുടെയും വോട്ട് വേണ്ട എന്ന് പറയാറില്ല എന്നാണ് അതിനുള്ള മറുപടി വെച്ചു കൊടുത്തതാരാ? CK സുരേന്ദ്രനാണല്ലോ ഇന്ന് രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കണം എന്ന് പറഞ്ഞത്. അല്ല, ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ഇരുത്തിയിട്ടില്ലല്ലോ. ആരാണ് വർഗീയവാദി, ആരാണ് വർഗീയവാദി അല്ലാത്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം ലീഗിന്റെ വോട്ട് വേണ്ടെന്ന് പറയോ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. പച്ചയായിട്ട് മതം തന്നെ അവരുടെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണ്ടെന്ന് ഇവർ പറയോ? ഇല്ലല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ബാബറി മസ്ജിദ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച വരുമ്പോഴൊക്കെയും ഈ കേരള മാധ്യമങ്ങൾ വളരെ നൈസായിട്ട് മൂടി വെക്കുന്ന ഒരു കാര്യമാണ്. ഉദ്ധവ് താക്കറെ ഈ രാമജന്മഭൂമിയിലെ ക്ഷേത്ര പ്രതിഷ്ഠയുമായിട്ട് നടക്കുന്ന സമയങ്ങളിൽ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. RSS അല്ല ബാബറി മസ്ജിദ് പൊളിച്ചത്, ഞങ്ങൾ ശിവസേനക്കാരാണ് പൊളിച്ചത് എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. ആ ഉദ്ധവ് താക്കറയുടെ കൂടെ സഖ്യം ചേർന്നിട്ടല്ലേ ഈ മുന്നണി ഉണ്ടാക്കി നടക്കുന്നതും ഈ പറയുന്ന പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ, സീതാറാം യെച്ചൂരി ഉൾപ്പെടെ, രാജു ബി നായരുടെ, സോണിയാഗാന്ധി ഉൾപ്പെടെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പോയി നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അവർക്ക് എന്താണ് നിലപാട്? ശിവസേന വർഗീയ പാർട്ടിയാണോ അല്ലയോ? രാജു ബി നായരോടും അരുൺകുമാറിനോടും 2 പേരോടും ചോദിക്കാനുള്ള ചോദ്യമാണ്, ആണോ അല്ലയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരാണ് അവകാശപ്പെടുന്നത് അവരാണ് ബാബറി മസ്ജിദ് പൊളിച്ചതെന്നുള്ള കാര്യം. ഞങ്ങളല്ല പറയുന്നത് അവരാണ് പൊളിച്ചതെന്നുള്ള കാര്യം. നിങ്ങൾ എന്തിനാണ് അവരുമായിട്ട് പോയിട്ട് രണ്ടാമത്തെ വിഷയം? അല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു റിയാക്ഷന്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് പല പാർട്ടികളിൽ പല സംഘടനകളിൽ പെട്ടവരുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ ശിവസേന അവകാശപ്പെടുന്നത്, ഉദ്ധവ് താക്കറെ അവകാശപ്പെടുന്നത് അവര് പർപ്പസ്ഫുള്ളി പൊളിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന അരുൺകുമാർ ആവട്ടെ, രാജു ബി നായർ ആവട്ടെ, ഇവരുമായിട്ട് എന്തിനാണ് മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം അവരൊന്നും സമ്മതിക്കോ? ഇല്ലല്ലോ. അപ്പൊ വെറുതെ വന്നിരുന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഈ പറയുന്ന ഗ്വാഗ്വ പറയാനും വിളിച്ചു പറയാനും ഒക്കെ വലിയ എളുപ്പമാണ്. അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ പേരാണല്ലോ അദ്ദേഹം പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്ന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ പത്രസമ്മേളനം വിളിച്ചൊരു മനുഷ്യനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒരു പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് ശരിയല്ല എന്ന് 6 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ നിരോധിക്കപ്പെടുന്ന സമയത്തല്ല, അതിന് മുമ്പ്, അതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിൽ നിരോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. ഇവർ വർഗീയ സംഘടനകളുമായിട്ട് യാതൊരു തരത്തിലുമുള്ള നീക്കുപോക്കിൽ അഡ്ജസ്റ്റ്മെന്റിനും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണൻ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തിക്കാനുള്ള അവകാശത്തിനെ കുറിച്ചിട്ട് വാചാരനായതെന്നും കാര്യം അരുൺകുമാർ പറയണം, CPM പറയണം. അപ്പൊ നിങ്ങൾക്ക് ഓരോ സമയത്തും ഓരോ നിലപാടുകളുമായിട്ടല്ല നടക്കുന്നത്. ഇപ്പൊ ഇവരോട് ചെന്നിട്ട് ചോദിക്കണം RSSനെ നിരോധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോട് എത്രയോ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. RSS നിരോധിക്കണം എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇതേ കമ്മ്യൂണിസ്റ്റുകാർ മറുവാക്കൊണ്ട് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പാടില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട ദിവസം നടന്ന ചർച്ചകളിൽ പോലും ആശയത്തിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്, സംഘടനയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ചാർത്താ ചാനലുകളിൽ വന്നിരുന്ന് വിളമ്പിയതെല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് രാഷ്ട്രീയം ഈ തരത്തിൽ കൊണ്ടുപോകുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അത് 2 മുന്നണികളോടും പറയാണ്. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പറയുന്ന കോൺഗ്രസുമായിട്ട് ഇവരിപ്പോ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും രാഷ്ട്രീയമായിട്ട് ബോധ്യമുള്ള ആർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് അതിന് വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്നുള്ളതാണ്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന് അല്ലെങ്കിൽ SDPയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം CPM ഇപ്പൊ എന്തായാലും കേന്ദ്രത്തിൽ അധികാരത്തിലൊന്നും വരാൻ പോകുന്നില്ല. അവർ മത്സരിക്കുന്നത് അവരുടെ ചിഹ്നം മീനാം ബേച്ചിയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള കാര്യം എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. അപ്പൊ എന്തെങ്കിലും തരത്തിൽ അവരുടെ നിരോധനം മാറ്റിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തിരിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് മാത്രമാണ് SDPI ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് അരുൺകുമാർ, എല്ലാ കേസുകളും പല പ്രതിപക്ഷ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും BJP ആയി മാറിയതോടെ ഇല്ലാതായി. അതെങ്ങനെ മാറും? അതിന്റെ എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു. അല്ല, ആ ചോദ്യത്തിലല്ലല്ലോ മറുപടി പറയുന്നത്. വിഷയത്തിന് മറുപടി പറയാൻ പറയൂ. ഇതാണോ മറുപടി? ഇതാണോ മറുപടി? എന്ത് വിഷയം ചർച്ച ചെയ്യുന്നത്? BJP ആയി മാറിയില്ലെങ്കിൽ BJP ആയി അല്ല
അല്ല ഞാൻ ആ വിഷയത്തിലേക്ക് കഴിഞ്ഞതിന് ശേഷം താങ്കൾ ചോദിക്കൂ. അല്ല ഷാനിയല്ലേ പറഞ്ഞ ഞാൻ ചോദിച്ചതിനാണ് അദ്ദേഹം മറുപടി. ഇതാണോ മറുപടി? ഇവരുടെ ബാന്ധവത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈഫ് മിഷൻ ഫ്ലാറ്റിൽ പോകുന്നതെന്നാ?